ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഇൻട്രോവേർട്ട് എന്നുള്ളത്. മലയാളത്തിൽ ഇതിനെ അന്തർമുഖത്വം എന്നൊക്കെ വിളിക്കും. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, ഒരു വ്യക്തിത്വമാണ് ഇൻട്രോവേർട്ട് എന്നുള്ളത്. ഇൻട്രോവേർട്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രമുണ്ട്. അതായത് സമൂഹത്തിനോട് വലിയ സഹകരണം കാണിക്കാത്ത, അവരോട് വലിയ കണക്ഷനൊന്നും ഇല്ലാത്ത, ഒറ്റയ്ക്കൊരിടത്ത് തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന, സ്വന്തമായിട്ട് ഒരു ക്രിയേറ്റ് ചെയ്ത ലോകത്ത് മാത്രം ജീവിക്കുന്ന ഏതാനും കുറച്ച് മനുഷ്യർ, അവരെയാണ് പൊതുവെ ഇൻട്രോവേർട്ടുകൾ എന്ന് വിളിക്കുന്നത്. ഇത്തരക്കാർക്ക് കൂട്ടുകാരും പരിചയക്കാരും ഒക്കെ വളരെ കുറവായിരിക്കും. അതുപോലെ ഇവര് അധികം ആരോടും മിണ്ടുന്ന ഒരു പ്രകൃതക്കാരായിരിക്കില്ല. 10 പേര് ഒത്തുകൂടുന്നിടത്തൊക്കെ പോകാൻ ഇവർക്ക് ഭയങ്കര മടിയായിരിക്കും. പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ഒരു മൂലയ്ക്ക് പോയി ഒറ്റയ്ക്ക് മാറി നിൽക്കും. ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റിയെ പറ്റി നമുക്കൊക്കെയുള്ള ഏകദേശ അറിവ് ഇത്രയുമായിരിക്കും. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഈ സ്വഭാവം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൽ ഈ സ്വഭാവമുള്ള ഒരാളെ നമുക്ക് തീർച്ചയായിട്ടും പരിചയമുണ്ടായിരിക്കും. ആളുകളോട് മിണ്ടാനും അതുപോലെ അവരോട് സഹകരിക്കാനും മടിയുള്ള ആളുകളെ എല്ലാം നമുക്ക് ഇൻട്രോവേർട്ടായിട്ട് കണക്കാക്കാൻ പറ്റുമോ? 10 പേര് കൂടുന്നിടത്ത് പോകാൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ, ആളുകളോട് സഹകരിക്കാനും അവരോട് സംസാരിക്കാനും ഒക്കെ നിങ്ങൾക്കൊരു തരം മടിയുണ്ടെങ്കിൽ, സത്യത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നം സോഷ്യൽ ആൻസൈറ്റി ഇഷ്യൂസ് ആണ്, അല്ലാതെ ഇൻട്രോവേർട്ട് ആയതുകൊണ്ടല്ല. ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റിയെ പറ്റി കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഈ പറഞ്ഞ സോഷ്യൽ ആൻസൈറ്റി ഇഷ്യൂസും ഏകദേശം ഒരേപോലെയാണ്, അല്ലെങ്കിൽ പല ആളുകളും ധരിച്ചു വെച്ചേക്കുന്നത് അങ്ങനെയാണ് എന്ന്. ഈ സോഷ്യൽ ആൻസൈറ്റി ഇഷ്യൂസ് നേരിടുന്ന പാവം പിടിച്ച പല വ്യക്തികളും ധരിച്ചു വെച്ചേക്കുന്നത് തങ്ങൾക്ക് ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി ആണ് എന്നാണ്. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റിയെ പറ്റിയുള്ള അവർ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ അവർ ഫേസ് ചെയ്യുന്ന സോഷ്യൽ ആൻസൈറ്റി ഇഷ്യൂസും, ഇത് രണ്ടും ഏകദേശം ഒരേപോലെയാണെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തങ്ങളൊരു ആൻസൈറ്റി ഇഷ്യൂവിൻ്റെ പിടിയിലാണെന്ന് മനസ്സിലാവാതെ അത് തങ്ങളുടെ പേഴ്സണാലിറ്റി ആണെന്ന് കരുതി പല ആളുകളും ആ ഒരു ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകും. ഈ സോഷ്യൽ ആൻസൈറ്റി ഇഷ്യൂസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ചെറുപ്പത്തിലും അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റി ഒക്കെ ആയ സമയത്തും ആളുകളുമായിട്ട് വലിയ സഹകരണമൊന്നും ഇല്ലാതെയാണ് നിങ്ങൾ വളർന്നതെങ്കിൽ, അതുമല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുമായിട്ട് ഇതുപോലെ ഇൻട്രാക്ട് ചെയ്യാൻ പോയ സമയത്ത് ആ ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നും നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഒരു ട്രോമയായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കും. പിന്നെ നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഈ ആള് കൂടുന്നിടത്തേക്ക് പോകാൻ നിങ്ങൾ പിന്തിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. 10 പേര് കൂടുന്നിടത്തേക്ക് നിങ്ങൾ ചെല്ലാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പാസ്റ്റിലുണ്ടായ ഈ നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത് നിങ്ങളുടെ മനസ്സ് പിന്നെയും നിങ്ങളുടെ ഉള്ളിൽ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ വളരുന്നതിനനുസരിച്ച്, ലെവലപ്പ് ആകുന്നതിനനുസരിച്ച് ഈ ഒരു ട്രോമ നിങ്ങളുടെ മനസ്സിലും വളർന്നുകൊണ്ടിരിക്കും. ഇത് പിന്നീട് ഒരു ആൻസൈറ്റി ആയിട്ട് മാറും. സമൂഹവുമായിട്ട് പൂർണ്ണമായിട്ടും അകലം പാലിക്കുന്ന ആളുകളെയല്ല ഇൻട്രോവേർട്ടുകൾ എന്ന് വിളിക്കുന്നത്. അവർ സമൂഹവുമായിട്ട് ഇടപഴകുന്ന, അവരുമായിട്ട് സഹകരിക്കുന്ന ആളുകൾ തന്നെയാണ്. ആളുകളോട് സംസാരിക്കാനോ സഹകരിക്കാനോ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. എപ്പോഴാണ് അവർ സമൂഹവുമായിട്ട് അകലം പാലിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവർക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ, ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സമയത്ത്, അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി കൃത്യമായി ചിന്തിക്കാൻ വേണ്ടിയിട്ട്, ക്ലാരിറ്റിയോടെ അത് ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തി അവനവനിലേക്ക് ഒതുങ്ങും. അല്ലെങ്കിൽ ആ സമയത്ത് മാത്രമാണ് ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തി ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുക. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഐഡിയാസും അതുപോലെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസും ഒരു 90% ശരിയായിരിക്കുമെന്ന് സയൻറ്റിഫിക്കലി, സൈക്കോളജിക്കലി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ലൈഫിൽ സക്സസ് ആയിട്ടുള്ള മിക്കവരും ഇൻട്രോവേർട്ടുകളായിരുന്നു എന്ന് പറയുന്നത്. കാരണം അവർ ലൈഫിൽ ഏറ്റവും വലിയ ഡിസിഷൻസും ഐഡിയാസും അവർക്ക് കിട്ടിയത് അവരൊറ്റയ്ക്കിരുന്ന് ചിന്തിച്ച സമയത്ത് മാത്രമായിരുന്നു. അതുപോലെ അവർക്ക് സമൂഹവുമായിട്ട് നല്ലൊരു ഇൻട്രാക്ഷനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെ പിന്നീട് ലോകം അറിഞ്ഞത്. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ഇൻട്രോവേർട്ടായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.